എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊല്ലത്തിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റിന് വന്നില്ലേ നമുക്ക് ഏറ്റവും നഷ്ടമായിരിക്കും. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് നമ്മളുടെ ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 360 സൂപ്പർ റിയാലിറ്റി ഇമേഴ്സീവ് എക്സിബിഷൻ ആണ് കേസ് നമ്മളോട് നല്ല തിരക്കുണ്ട് കേസ്. എല്ലാ വ്ളോഗറും വന്ന് എടുത്ത് കൊല്ലത്തോളം മിക്ക വ്ളോഗറും വന്നെടുക്കുന്നു. ഞങ്ങളില്ല. അതെ അതെ ഞങ്ങളായിരിക്കും ലാസ്റ്റ് ഈ വ്ളോഗ് ഇടുന്നത്. ഇൻസ്റ്റഗ്രാം മൊത്തം തുറക്കുമ്പോൾ ഇതായിരിക്കും. അതെ ഗൈസ്. അപ്പൊ ഇവിടെ വന്നപ്പോ പാട്ടും ബഹളവും ക്യൂ ദേ ഇങ്ങ് അങ്ങ് വരെ ഉണ്ട്. കുറെ നാളെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഇപ്പോഴും അങ്ങ് നിങ്ങ് വരെ ഉണ്ട് ഗൈസ്. ക്യൂ ഒക്കെ വരെ ടൈം കിട്ടിയത് ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നും വരത്തില്ലായിരുന്നു. പിന്നെ നമ്മള് വലിച്ചെടുത്തോണ്ട് എല്ലാരെയും ടൈം ഇല്ലായിരുന്നു. ഞങ്ങളെ കൊണ്ടാക്കിട്ട് അനീസ് പോയി. അപ്പം ഇനി രാത്രി വരുത്തുള്ളൂ വിളിക്കാൻ. അതെ ഗൈസ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ 360 സൂപ്പർ റിയാലിറ്റി ഇമേഴ്സീവ് എക്സിബിഷൻ ആണെന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനകത്തൊന്നും കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും അതിനകത്തുള്ള എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. യെസ്. ഞാൻ നേരിട്ട് കാണിച്ചില്ല. അത്ര ക്യൂ ഇവിടെ വരുന്നത്. I wanna make you kale. ഈ വാവേ അറിയാവോ നിങ്ങൾക്ക് ആരെങ്കിലും? എവിടെയോ കണ്ട് പരിചയമില്ല. കണ്ടോ ഇവിടെ നിന്ന് നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് കയറണം. ഭയങ്കര തിരക്ക്. ഇടിച്ച് തെല്ലി കയറാൻ എന്നാലേ നടക്കൂ ഗൈസ്. സീനാണ് കേട്ടോ. ഭയങ്കര തെള്ളു ഗൈസ്. അന്യായ തെള്ളു. സീനകത്തേക്ക് എങ്ങനെയൊക്കെ കയറിപ്പോ. അതുകൊണ്ട് സീനകത്ത് നമ്മൾ എങ്ങനെയൊക്കെ അകത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൂടെ പോവാൻ പറ്റത്തില്ല. കാരണം അത്രയും തിരക്ക് ഗൈസ്. അപ്പം നമ്മൾ എന്താ ചെയ്തു, നമ്മളിവിടെ ഇരിക്കുകയാണ്, നമ്മളിവിടെ നിൽക്കുകയാണ്. സോ ഇനി നമ്മള് ഇവര് അത് തന്നെ. അപ്പം നമ്മൾ ഇനി ഇവരൊക്കെ പോയി പതുക്കെ ഒരിച്ചിരി തിരക്കൊക്കെ ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അല്ലാണ്ട് ഇത് നടക്കൂല ഗൈസ്. ഞാൻ ഇപ്പം തന്നെ ഇതൊക്കെ ഒഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഇവിടെ വന്ന് നിന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തിരക്ക് കുറഞ്ഞിട്ടില്ല. ഇപ്പം അടുത്ത ഓരോ ഘട്ടമായിട്ട് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം അടുത്ത ഘട്ടം എന്ത് ചെയ്യും, അവിടെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇനി അത് വരുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് എന്തുവാ, തത്തകൾ. ഇതെന്തോ ഇതെന്തോ ഒരു കിളി ഗൈസ്. ഇതെന്തോ മച്ചി കിളി. കാണുവാൻ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൽ സന്ദർശിക്കുക. ഇതെന്താ കിളിയാ? ഇതെല്ലാം കിളിയാ. എന്ത് കിളിയാന്നൊന്നും അറിയത്തില്ല. സീമോളെ എന്തത്? ഇതാണ് ഇഗ്വാന. കോഴിയുടെ കാലിലുണ്ടാക്കുന്ന കമ്പിട്ടേക്കുന്ന ഇത്താക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് കോഴി. ഇത്ര എക്സ്പ്രഷൻസ് അമ്പോ എന്തത്. ഹലോ ഹായ്. ഹലോ. യോ മഴയായി ഗൈസ്. മഴ. പാമ്പ് അഞ്ചാ പാമ്പിനെ ഇടുന്നാ പാമ്പിനെ ഞാൻ ഇടുന്നില്ല
പറ്റത്തില്ല ഗൈസ്, പേടിയാ. അഞ്ചായിരോന്ന് പറഞ്ഞാൽ അവർ ഇടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നീ ഇട്ട കൊച്ചിനാണ് തിരക്കില്ലെന്ന് കുഞ്ഞിനെ ഇട് പോയിട് പോയിട് ധൈര്യം സമ്മതിച്ച് പോവാൻ. കേറ് കേറ്. അഞ്ചാതെ പാമ്പിനെ ഇടാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ പോയിട്ടോ. കഴുത്തിലിട്ടോ ചേട്ടാ ഈ പാമ്പിനെ ഒന്ന് പിടിക്കാവോ? എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ ചെല്ലുമ്പോ വിളിക്കണം. പോക്കറ്റിലും എടുത്തിട്ടല്ലേ? അഞ്ചാന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിഗ്രിയുടെ ഇതല്ലേ? ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക. മുടി പറിച്ചെടുക്കാനാണ്. മുടി പറിച്ചെടുക്കാൻ മണിക്കൂറുകളായി കഴിച്ചു. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ ആ പാമ്പിന്റെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മള് ബ്ലോക്കായി. ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മള് ബ്ലോക്കായി കാണാം. അതിനകത്ത് സംഭവം മറ്റേ 360 ഡിഗ്രി റിയാലിറ്റി ഷോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ക്യൂ ആണെന്നാണ്. ഭയങ്കര ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. സംഭവം കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു ആശ്വാസം. ഞാൻ കാണിച്ചുതരാം. കണ്ടു ഗൈസ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഷോ കാണാൻ പോകുന്നത്. ഷോ പക്ഷേ കണ്ടു ഗൈസ്, ഇത്രയും തിരക്കുണ്ട് ഗൈസ്. ഈ തിരക്കിനിടയിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം എത്താൻ പറ്റുമെങ്കിൽ സുമജിക്ക് അതിനകത്ത് കയറാൻ പേടി ഗൈസ്. ചുമ്മാ ഗൈസ്, അങ്ങനെയൊന്നുമില്ല. 360 എക്സ്പോ കാണും, നല്ല എക്സ്പീരിയൻസ്. ഈ സുമജി അതിനകത്ത് ഇല്ല അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇപ്പൊ തുറന്നിരിക്കുന്നു. അപ്പൊ നമ്മള് കയറാൻ പോവാണ്. ശ്രീനാഥായും കുഞ്ഞിനെയും നമ്മൾ ആദ്യമേ അങ്ങ് ഇറക്കി. ഉമ്മച്ചിയും ഷിംലാമിയും ഒന്നും കയറുന്നില്ല ഗൈസ്, തല ഇറങ്ങുന്നതൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമാണ് അവിടെ. കയറുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് പിള്ളേരൊക്കെ കയറാൻ പോവാണ്. അത് കയറാത്ത നമ്മള് കയറി ഗൈസ്. പോർഷനൊക്കെ സൈഡ് ഇല്ല എല്ലാം മൊത്തം പോർഷനുണ്ട്. ഫുള്ളുണ്ട്. സ്റ്റാർട്ടായിട്ടുണ്ട്, കുറച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഗൈസ്, എക്കോ.
അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ തന്നെ മറ്റേ അക്യുപ്രഷർ തെറാപ്പിയാണ് കേട്ടോ, ഫിസിയോതെറാപ്പി. അത് കാണിക്കാൻ ഉമ്മച്ചി നിന്നോട് ചെയ്യട്ടെ. ഫ്രണ്ട് ഇതെന്താ പെയിൻ മാറാനാ? എന്ത് സംഭവം? ഇത് സെയിം തന്നെ പെയിൻ മാറാൻ. മാറി മാറി സെർവിക്കൽ സ്പോണ്ടൈലോസിനൊക്കെ യൂസ് ചെയ്യാല്ലേ? ബാക്ക് പെയിനൊക്കെ യൂസ് ചെയ്യാൻ ഡെയിലി ഒരു 3 മിനിറ്റ് ഇറങ്ങി ഫുൾ ബോഡിക്ക് പോണ എല്ലാ ഞരമ്പുകളുടെയും ബ്ലോക്കിനെ പോണ ഞരമ്പുകളുടെ ഒരു ദിവസം 3 മിനിറ്റ് ചെയ്യാം. 5 കിലോമീറ്റർ ഫലം കിട്ടും. ഇതെന്താ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഉള്ളവർ കൈയിനുള്ളിലും കാലിൻ്റെ ഉള്ളിലും ചെയ്യാം. ഡെയിലി ചെയ്യാം. എനിക്ക് പോണ ബ്ലഡ് സർക്കുലേഷൻ നേരെയാവും. അപ്പോൾ നമുക്ക് ശരീരത്തിൽ നമുക്ക് എല്ലാ ഇതിലും ഞരമ്പുകളുടെയും ബ്ലോക്ക് മാറും. കൈയൊന്നും മടക്കിയ ഫ്രീ ആകും. ഇങ്ങനെ മടക്കിയിട്ട് കാര്യമില്ല. നടക്കുമ്പോൾ ഇത് ചെയ്യും. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ മാറ്റിൽ മുട്ടുകുത്തിയിട്ട് കാല് രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ചെയ്തിട്ടാ. ഇതുപോലെ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് ഇതുവരെ ചെയ്യുള്ളൂ. മനസ്സിലായ? ഫസ്റ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ചെയ്യില്ല. മനസ്സിലായില്ല? കുറേശ്ശെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഈ 15 ദിവസം ചാലഞ്ച് ഒന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് സമയം അധികം കൊടുക്കും. എന്നാലും വയറ് കുറയും, ഗ്യാരണ്ടി. മസ്റ്റാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും. 10 ദിവസം ചെയ്തിട്ട് ഞാൻ 18 ദിവസം പഠിക്കും. 10 ദിവസം ചെയ്തിട്ട് ഒരു വ്യത്യാസവും വന്നില്ലെങ്കിൽ ഈ സാധനം അവിടെ കേരളത്തിൽ 100 രൂപ വില കൊടുത്ത് ആ 100 രൂപയും ഈ പൈസയും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും, ഗ്യാരണ്ടി. പക്ഷെ അതേപോലെ ഇതാ വലത്തെ കൈ ടൈറ്റ് ആകാൻ വേണ്ടി ഇടത്തോട്ട്, ഇടത്തെ കൈ ടൈറ്റ് ആകാൻ വേണ്ടി വലത്തോട്ട്, അങ്ങനെ 5 പ്രാവശ്യം ചെയ്യും. ഇതേപോലെ ഒരു 15 പ്രാവശ്യം ചെയ്തിട്ട് അപ്പോൾ നമ്മള് ഇങ്ങനെ നടക്കാണ് കേട്ടോ. ഉമ്മച്ചൊക്കെ അങ്ങ് പോയി. ഞങ്ങളൊരു ബാഗ് നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇത് കാണും. നമ്മൾ മിഠായി മേടിച്ചു. മിഠായി നമ്മളിപ്പോൾ അലുവയുടെ സെക്ഷൻ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങാം. ചുമ്മാ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് അതൊന്നും കുറച്ചുകൂടെ അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. 2 കളറാണ്. ഇനി നമ്മൾ ഫുഡ് കോർട്ടിലാണ് കയറിയിരിക്കുന്നത്. നമ്മളിവിടെ എന്തെങ്കിലും കഴിക്കാം. ബജ്ജി ഗൈസ് നമ്മൾ ഐസ്ക്രീം മേടിക്കണം. ഓക്കെ ശരി. ഷിംല മേഡം പോകണം. ഈ മൊജിറ്റ് കുടിക്കുകയാണ് ഗൈസ്. എന്ത് കണ്ടാലും അവളെ കുടിക്കുന്നില്ല. സ്ട്രോ ഇട്ട് ചവയ്ക്കുന്നത് കുടിച്ചില്ല അവള്. സ്ട്രോ ഇട്ട് ചവയ്ക്കാന്ന് തോന്നുന്നു. വരുന്നു. മതി. ഓക്കെ എല്ലാരും ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുവാണ്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാണ്. അനീസ് വന്നു. അനീസ് പുറത്ത്. അനീസ് കയറിയില്ല ഇതിനകത്തോട്ട്. ഉമ്മിയും ആപ്പിതോ പോയി. ഞങ്ങളിതാ നടക്കുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന സംഭവമൊക്കെയാണ്, പാർക്ക് പോലെയൊക്കെ. സോ നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിത് പുറത്തിറങ്ങി.
അപ്പോ എന്താ ലാസ്റ്റത്തെ നമ്മൾ ചെറുതായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം ലാസ്റ്റ് പിന്നെ ഒന്നുമില്ല, പിള്ളേർ കളിക്കുള്ള ഇതൊക്കെ ഉള്ളത്. അത് നമുക്ക് കളിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. ഫുഡ് കോർട്ട് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് കാണിച്ചല്ലോ. സോ എന്തായാലും ഈ ഫെസ്റ്റ് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ വന്ന് ഏറ്റവും കൂടുതൽ കൊള്ളാമെന്ന് വെച്ചാൽ മറ്റേതാണ്. ഏതാ നമ്മുടെ 360 ഷോ ആണ്. വരാത്തവര് വരണം. അതെ അതെ, വരണം. കൊല്ലത്തുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കുറച്ചൊന്നല്ല, നല്ല തിരക്കാ, അടിപൊളി തിരക്കായിരുന്നു. വരുന്നെങ്കിൽ നമ്മൾ ഒരു 7 മണി ടൈമിലൊക്കെ വന്നാലും പിന്നെ നൈസായിട്ട് കണ്ട് പോവാം. മറ്റേതാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. പിന്നെ ഇനി ആർക്കേല് പോണോന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് അടുത്ത വ്ളോഗിലാണ്. ആർക്കെ നമ്മളെവിടെ പുതിയതായിട്ട് വന്ന ഒരു ഷോപ്പാണ് ഗൈസ്. അതിന് ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പം നമ്മളതിന് പോയില്ല, പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നമ്മൾ പോയില്ല, ഇവിടെ വരണമായിരുന്നു. സോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.